ലേക്കും ഹാബിൻഡാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ചമ്മന്തി ആട്ടോ ഉണ്ടാക്കാൻ പോണ, ചുട്ടരച്ച ചമ്മന്തി. നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിത് അടുപ്പ് തന്നെയാണ് ചുട്ട് എടുത്തിട്ടുള്ളത്. ഇതുണ്ടോ, കരിഞ്ഞാണ്, ഈ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ. പിന്നെ ആ മുളകും ചുട്ടെടുത്ത് ഒരു 5-6 മുളക് ചുട്ടെടുത്ത്, പിന്നെ ചുവന്ന ഉള്ളിയും ചുട്ടെടുത്ത്, 2 വെളുത്തുള്ളിയും ചുട്ടെടുത്ത്. വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കാണ്ട് കേട്ടോ, കുറച്ച് പുളിയും വേണേ. അപ്പോൾ അതാ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഒന്നിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ചെത്തിയിട്ടാൽ മതി. അപ്പോൾ കറുപ്പ് കളർ ഉണ്ടാവും അല്ലെങ്കിൽ ചമ്മന്തിക്ക്, അല്ലെങ്കിലും കുറഞ്ഞൊരു കറുപ്പ് കളർ ഉണ്ടാവും കേട്ടോ. നമ്മൾ ചുട്ടെടുത്തായതുകൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അടുപ്പില്ലാത്തവർ എന്ത് ചെയ്യണം, ആ വപ്പടക്കോലുമേ ഒന്ന് കുത്തിയിട്ട് ഗ്യാസുമേ ഒന്ന് കാട്ടി ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത്രണ്ട് എന്താ ഇപ്പോൾ പറയുക, ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയുന്നതൊക്കെ അങ്ങനെ ചെയ്യൽ എന്നൊക്കെ. അപ്പോൾ ഞാനിത് അടുപ്പിലാണ് ഇട്ട് ചുട്ടെടുത്ത്, കനലിലിട്ട് ചുട്ടെടുത്താൽ. പക്ഷേ കുറച്ച് ചാരമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുത്താൽ മതി. ഈ ഒരു ചമ്മന്തി മാത്രം മതി, വേറെ ഒരു കൂട്ടാനും വേണ്ട. നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റും. അതോ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചുട്ടെടുത്തോണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ ചെത്തുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതും അതുപോലെ ഒന്ന് ചെയ്യുക. ഞാൻ 2 കഷ്ണം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് മൂത്ത തേങ്ങ കേട്ടോ, കുറച്ച് മൂത്ത തേങ്ങയാണ് വേണ്ടിയത്. പറ്റ ഇളന്നി പോലെയുള്ളതൊന്നും പറ്റൂല കേട്ടോ, മൂപ്പ് കുറഞ്ഞേ പറ്റൂല. അത് ചമ്മന്തി അരക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് വയ്ക്കാരം. അപ്പോൾ ഇതുപോലുള്ളത് മൂത്ത തേങ്ങ നോക്കിയെടുക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതായി എന്താണ്, കരിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒന്നുകൊണ്ട് കഴുകിയെടുക്കുക. കാരണം ഇതിമ ചാരമുണ്ട്. അപ്പോൾ ചാരമൊക്കെ കൂടെ നമ്മളെ കഴിക്കാൻ നിൽക്കണ്ട, നമ്മളെ പള്ളയിലൊക്കെ പോയി എന്തെങ്കിലും അസുഖമൊന്നും വരണ്ട. സുഖമൊന്നും വരില്ല, എന്നാലും പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതാ മുളകും, വറ്റൽമുളകും ഇതുപോലെ ചുട്ടെടുത്താൽ കണ്ട, ഇതിമ ചാരം കണ്ട. ഇത് നമുക്കൊന്ന് കഴുകിയാൽ മതി കേട്ടോ. കണ്ടോ, ചുട്ടെടുത്ത ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യണം നമ്മൾ. ഇതാ. അപ്പോൾ പിന്നെ അടുപ്പില്ലാത്തവരുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ. ഇതാ ഞാൻ ഈ ഉള്ളി ഒന്ന് ചുട്ടെടുത്താൽ കണ്ടോ, ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇതൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കോണ്ടി. അല്ല, ചെയ്ത ആൾക്കാർ കമൻറ്റ് ഇടുക, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലാത്ത ആൾക്കാർ ഇത് ചെയ്ത് നോക്കുക. കണ്ടോ, ഉള്ളിയൊക്കെ നല്ലപോലെ ചൂട് കെട്ടിയപ്പോഴത്തേന് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, നമുക്ക് ഗ്യാസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചക്കയോ കപ്പയോ ഒക്കെ തിന്ന് വയറിന് പറ്റാതെ, കടലേ ഒക്കെ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓല് എന്ത് ചെയ്യണം, ഇതൊന്ന് ചുട്ടെടുത്ത് തിന്നാൽ മതി. ഇത് അടുപ്പിലിട്ട് ചൂടേണ്ട ആവശ്യമൊന്നുമില്ല. പപ്പടക്കോലുമ്പോൾ ഒന്ന് കുത്തിയിട്ട് ഒന്ന് ചുട്ടെടുത്ത് അപ്പം തന്നെ നമ്മളെ വയറ് ക്ലിയറാവും, ഗ്യാസൊക്കെ അപ്പം തന്നെ പോകട്ടോ. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണ്ടി. വെളുത്തുള്ളി നല്ലതാണ് നമുക്ക് വയറിന്. ഒക്കെ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതുപോലെ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറുന്നാൻ പറ്റും. ഇതിപ്പോൾ അതിൻ്റെ കരിയൊക്കെയാണ്. ഇനി ഞാൻ കഴുകട്ടെ, കഴുകി വൃത്തിയാക്കട്ടെ. അപ്പോൾ അതാ ഇതതിൻ്റെ വേസ്റ്റാട്ടോ.
ഇതൊന്നും വേണ്ട നമുക്ക്. ഞാനൊക്കെ റെഡിയാക്കി വെച്ചാണ്. കരിഞ്ഞൊക്കെ കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞ് കുരുള്ള പുളിയെന്ന് അത് കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ മുളകൊന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് തേങ്ങ ഇട്ടാൽ മതി. അപ്പോൾ മുളകൊന്ന് ചതച്ചെടുത്ത് ഇതാ തേങ്ങ അതിക്കിടുക. ഇത് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മളെ കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ചുട്ട് കഴിക്കും പോലെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ചൊവ. അപ്പോൾ അതാ നമ്മളെ ചമ്മന്തി റെഡിയായി വന്നാണ് കേട്ടോ. കണ്ട ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കട്ടെ. ഉപ്പൊക്കെ റെഡിയായിന്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിതൊന്നും വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കൊരു എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ നിങ്ങളോട് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഇതൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി നമ്മൾ കഴിച്ചു നോക്കിയിട്ടാണ് ഇതൊക്കെ ഇടുന്നത് നിങ്ങൾക്ക്. അല്ലാതെ നമുക്ക് ഇത് സബ്സ്ക്രൈബ് മാത്രം ആലോചിച്ചിട്ടല്ല. നമ്മളെ വീഡിയോ ആണ് കയറി പോകും വേണം. പക്ഷേ അങ്ങനെ ഉദ്ദേശമില്ല എന്നല്ല, പക്ഷേ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളിത് വീഡിയോ ഇടണില്ല. ഇതൊക്കെ ഞാനിങ്ങനെ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇടുള്ളൂ. കണ്ടോ, നോക്കി നിങ്ങൾ, നല്ലൊരു കളറൊക്കെ അല്ലേ, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസം. നിങ്ങൾക്ക് പിന്നെ ഓർത്താൽ തന്നെ അറിയത് ഇതുപോലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടുപ്പില്ലാത്തവരൊന്നും വിഷമിക്കണ്ട, നമുക്ക് എന്താണ് ഗ്യാസ് മണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ഇന്ന്. പക്ഷേ കുഞ്ഞു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കറി വെക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു കറി മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ ആർക്കെങ്കിലും ചോറൊക്കെ കൊണ്ടുപോകണ ആൾക്കാരുണ്ടാവും, കുട്ടികൾക്ക് കൊടുത്തയക്കാനും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഓൽക്കൊക്കെ ഇത് രാത്രിയിൽ, ഇനി രാവിലെ നേരം അല്ലെങ്കിൽ രാത്രിയിൽ ഒന്നവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി. രാവിലെ അത് കേടൊന്നും വരില്ല, കാരണം അത് തേങ്ങ ചുട്ടതും ഈ പുളിയൊക്കെ കൂടി ഉപ്പൊക്കെ ആയപ്പോൾ കേട് വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക, കൊടുത്തയക്കാനും നിങ്ങൾക്ക് കൊണ്ടുപോകാനും ഒക്കെ പറ്റും. ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.